ഞാനിന്ന് പറയുന്നത് അഖിൽ മാരാർ എന്ന ഗീർവാണ വിദഗ്ധനെ കുറിച്ചാണ്. കഴിഞ്ഞ ബിഗ് ബോക്സിന് മുമ്പ് ഇദ്ദേഹം ബിഗ് ബോക്സിനെ കുറിച്ച് പറഞ്ഞത്, ബിഗ് ബോക്സിൽ പോയി സമ്മാനങ്ങൾ മേടിച്ച് പ്രശംസനാവുന്നതിനേക്കാൾ നല്ലത് ലുലു മോളിൽ ചെന്ന് മുണ്ടും പോക്കി നിന്ന് പ്രശംസനാവുന്നത് ആണ് എന്നാണ്. എന്നാൽ അതേ അദ്ദേഹം തന്നെ അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങളൊക്കെ മാറ്റി ബിഗ് ബോക്സിൽ ചെന്ന് വിജയിയായി വരികയും ചെയ്തു. സമ്മാനമൊക്കെ വാങ്ങിച്ച് പൊക്കി പിടിച്ചൊക്കെ നടക്കുകയും അത് വലിയ അഭിമാനമായിട്ട് കൊണ്ടു നടക്കുകയൊക്കെ ചെയ്യുന്ന ആളാണ്. ഇപ്പം മൈത്രേയനെ കുറിച്ചും വേടനെ കുറിച്ചും ഒക്കെ കുറെ മോശമായ അഭിപ്രായങ്ങൾ പറയുകയും സുരേഷ് ഗോപി പറഞ്ഞതൊക്കെ ശരിയാണെന്ന് വാദിക്കുകയും ചെയ്യുന്ന 100% ഇയാളുടെ ഉള്ളിൽ RSS ഒളിച്ചിരിക്കുന്നു എന്നുള്ളത് അദ്ദേഹത്തിന്റെ എല്ലാ വാക്കുകളിലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. യഥാർത്ഥ ഈശ്വര സങ്കല്പവും എന്താണെന്ന് തിരിച്ചറിയണം. കുറഞ്ഞ പക്ഷം ശബരിമലയിൽ പോകുന്ന ഓരോവനും അവിടെ ചെല്ലുമ്പം കാണുന്ന കാഴ്ച എന്താണെന്നറിയണം. എന്താണ് ഹൈന്ദവ മതം, സനാതന ധർമ്മം ഓരോ ഹിന്ദുവിനോടും ഓരോ ഭാരതീയനോടും പറയുന്നത് എന്താണെന്ന് മൈത്രേയൻ പഠിക്കണം. മൈത്രേയൻ ഇത് പഠിച്ചു കഴിയുമ്പോൾ മൈത്രേയന് മനസ്സിലാവും, താനീ അലഞ്ഞു നടന്ന് ചെന്ന് കയറുമ്പോൾ അവിടെ എഴുതി വെച്ചേക്കുന്നു അത് നീയാകുന്നു. തത്വമസി. 41 ദിവസം വ്രതമെടുത്ത് കാടും മലയും താണ്ടി നീ ആരെ കാണാൻ വേണ്ടിയാണോ ഇവിടെ വന്ന് കയറിയേക്കുന്നത്, ആ ഈശ്വരൻ നീ തന്നെയാണ്. നീ ആരെ അന്വേഷിച്ചു? കേട്ടല്ലോ ഇവൻ പറയുന്നത്. ഇവിടെ ഇത് തന്നെയല്ലേ മൈത്രേയൻ പറയുന്നത്. നീ ഒരിടവും പോകേണ്ട ആവശ്യമില്ല, ദൈവം നിന്നിൽ തന്നെയാണ്, നീ തന്നെയാണ്, എല്ലാം നീ തന്നെയാണ്. മൈത്രേയൻ ലോകം മുഴുക്ക കറങ്ങി നടന്ന് തന്നെയാണ് ഇതൊക്കെ മനസ്സിലാക്കിയത്. അത് തന്നെയാണ് അയാൾ പറയുന്നത്. മൈത്രേയൻ പറയുന്ന കാര്യങ്ങളെയാണ് നീ ന്യായീകരിക്കുന്നത് എന്ന് മനസ്സിലാക്ക്. അല്ല, മൈത്രേയൻ പറഞ്ഞത് തെറ്റല്ല. മൈത്രേയൻ പറഞ്ഞത് ഇത് തന്നെയാണ്, ഒരിടവും പോവേണ്ട ആവശ്യമില്ല, മനുഷ്യൻ തന്നെയാണ് എല്ലാം. അത് തന്നെയാണ് നീ ഇപ്പോൾ പറഞ്ഞു വെച്ചതും, മനുഷ്യൻ തന്നെയാണ് എല്ലാം എന്ന്. ശബരിമലയിലും പോണ്ട, ക്ഷേത്രങ്ങളിലും പോണ്ട, ഒക്കെ നീ തന്നെ പറയുന്നു. ഇത് മൈത്രേയൻ പറഞ്ഞതാണ്, അതായത് നീ പറയുന്നതല്ല. മൈത്രേയന്റെ ചിന്തകളാണിത്, മൈത്രേയൻ പറഞ്ഞതുമാണിത്. മനസ്സിലായ? ഇനിയെങ്കിലും മനസ്സിലാക്ക്. മൈത്രേയൻ പറയുന്ന കാര്യങ്ങളൊന്നും മനസ്സിലാക്കാനുള്ള ബുദ്ധി നിനക്ക് വളർന്നിട്ടില്ല എന്നുള്ള കാര്യം നീ ഇനിയെങ്കിലും അംഗീകരിക്കും. അപ്പോൾ നിനക്കിതെല്ലാം മനസ്സിലാവും. എന്തായാലും തുടർന്ന് കുറേ കാര്യങ്ങളിലൂടെ ഇദ്ദേഹം പറയുന്നുണ്ട്, അതും കൂടെ നമുക്ക് കേൾക്കാം. മയക്കുമരുന്ന് അടിച്ചിട്ടൊന്ന് ചർച്ചയ്ക്ക് ഇരിക്കാൻ ചോദിക്കും പുള്ളിയെടുത്ത്. ഹാഷ്മിയുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ 15 മിനിറ്റ് കൊണ്ട് മൈത്രേയനെ അവിടുന്ന് പൂട്ടിക്കെട്ടിയാൻ പറഞ്ഞു വിട്ടാണ്. ഹാഷ്മിക്ക് കൗണ്ടർ സംസാരിക്കാൻ അറിയാത്തതിൽ പറ്റിയ പാളിച്ചയാണ്. H2SO എന്ന് പറയുന്നതും നമ്മളെ മറ്റേന്താ മയക്കുമരുന്ന് കെമിക്കലാണ്. MDMA കെമിക്കൽ അല്ലേ എന്ന് പറഞ്ഞപ്പോൾ പുള്ളി വെള്ളം കെമിക്കൽ അല്ലേ, H2O കെമിക്കൽ അല്ലേ. ഇത് കെമിക്കലാണ്. ഈ ലോകത്തുള്ള എല്ലാം കെമിക്കലാണ്, എല്ലാ ഓർഗാനിക് ബോണ്ടിങ്ങിലൂടെ ഉണ്ടാക്കപ്പെട്ടിട്ടുള്ള എല്ലാം. പക്ഷേ അത് ഗുണമാണോ ദോഷമാണോ, ഇത് ശരീരത്തിലേക്ക് ചെല്ലുമ്പം ഇത് ഏത് രീതിയിൽ എഫക്റ്റ് ചെയ്യുന്നു, ഇതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്താണ്, വെള്ളം കുടിച്ചാൽ ഉണ്ടാകുന്ന ആഫ്റ്റർ എഫക്റ്റ് ആണോ MDMA കഴിച്ചാൽ ഉണ്ടാകുന്നത്? അതിനാണല്ലോ ഈ ക്ലിനിക്കൽ സ്റ്റഡീസും ലോക മരുന്ന് കമ്പനികളൊക്കെ ഈ മരുന്ന് കണ്ടുപിടിച്ചിട്ട് വർഷങ്ങളോളം ക്ലിനിക്കൽ ട്രയൽസ് നടത്തി, ക്ലിനിക്കൽ ട്രയൽസ് ചെയ്തതിന് ശേഷം ഗിനിപ്പന്നികളെ പരീക്ഷിച്ച്, മനുഷ്യരിൽ പരീക്ഷിച്ച്, അത് 3 വർഷമോ 5 വർഷമോ നിരീക്ഷിച്ച് ഇത് എങ്ങനെ ശരീരത്തിൽ പ്രതിപ്രവർത്തിക്കുന്നു തിരിച്ചറിഞ്ഞും വർഷങ്ങളുടെ റിസർച്ചിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ഒരു മരുന്ന് കമ്പനി ഒരു മരുന്ന് പോലും ഉണ്ടാക്കുന്നത്. അങ്ങനെ ഉണ്ടാക്കിയ മരുന്ന് ഇവിടുന്ന് പിൻവലിച്ചിട്ടുണ്ട്. ഒരു മരുന്നുണ്ടാക്കുന്നത് വർഷങ്ങളുടെ ക്ലിനിക്കൽ ട്രയലുകളും സ്റ്റഡികളും കഴിഞ്ഞിട്ടാണ്. അങ്ങനെ ഒരു മരുന്ന്, എത്രയോ മരുന്നുകൾ ഇവിടുന്ന് പിൻവലിച്ചു. നമ്മുടെ ശരീരത്തിന് ഇത് ദോഷകരമായി ബാധിച്ചു. 24 ചാനലിലെ ജനകീയ കോടതി എന്ന പ്രോഗ്രാമിൽ മൈത്രേയൻ വന്നപ്പോൾ എന്തുകൊണ്ട് അദ്ദേഹം മയക്കുമരുന്ന് അടിച്ചിട്ട് വന്നില്ല എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഈ ചോദ്യത്തിനൊക്കെ എന്താണ് മറുപടി പറയുക അദ്ദേഹത്തിന്? മൈത്രേയൻ ആരോടെങ്കിലും മയക്കുമരുന്ന് കഴിക്കാൻ പറഞ്ഞായിരുന്നു? ഒരാളോടും അദ്ദേഹം മയക്കുമരുന്ന് കഴിക്കൂ എന്ന് പറയുന്നില്ല, അദ്ദേഹം കഴിക്കുന്ന ആളുമല്ല. എങ്കിൽ പിന്നെ എന്തിനു പറയുന്നു എന്നുള്ളതാണ്. സൈനൈഡ് നമ്മളെ നാട്ടിൽ കിട്ടത്തില്ലേ? സൈനൈഡ് കിട്ടുമെന്ന് വിചാരിച്ചുകൊണ്ട് ആൾക്കാരെല്ലാം വാങ്ങിച്ചു തിന്ന് സൈനൈഡ് കഴിച്ച് ചാവുകയാണ് ചെയ്യുന്നത്. എലിവിഷം കഴിച്ച് കേരളത്തിലും എത്രയോ ആൾക്കാർ മരിക്കുന്നു. വിഷങ്ങൾ കുടിച്ച് എത്രയോ പേര് കേരളത്തിൽ മരിക്കുന്നു. മദ്യം കുടിച്ച് എത്രയോ പേര് കേരളത്തിൽ മരിക്കുന്നു. ഇതൊന്നും വാങ്ങിക്കാൻ കിട്ടുന്ന സാധനങ്ങളല്ലേ? അപ്പൊ എന്തെങ്കിലും ഒരു സാധനം വാങ്ങിക്കാൻ കിട്ടി എന്ന് വിചാരിച്ച് ഉടൻ തന്നെ എല്ലാവരും വാങ്ങിച്ചത് തിന്നുകളയും എന്നുള്ള ചിന്തയാണ് ആദ്യം മാറ്റേണ്ടത്. മൈത്രേയൻ പറയുന്നത് അതാണ്. എന്ത് സാധനം വിൽക്കാൻ കിട്ടിയാലും ആവശ്യക്കാർ മാത്രമേ അത് മേടിക്കുകയുള്ളൂ. ആവശ്യമുള്ളവൻ ആ മാർഗമല്ലെങ്കിൽ വേറൊരു മാർഗം സ്വീകരിച്ച് അത് മേടിച്ചിരിക്കും. അത് തന്നെയാണ് സത്യം. AK ആന്റണി പണ്ടൊരിക്കൽ മദ്യം നിരോധിച്ചപ്പോൾ ആയിരക്കണക്കിന് ആൾക്കാർ മറ്റേ ഷൂ ഒക്കെ ഉണ്ടാക്കുന്ന സ്പിരിറ്റോ എന്തൊക്കെ വേണ്ടിച്ച് കുടിച്ചിട്ട് 100 കണക്കിന് ആൾക്കാർ മരണപ്പെട്ടു. അപ്പൊ ആവശ്യക്കാർക്ക് ഏത് മാർഗവും സ്വീകരിക്കാം, അതിന് വാങ്ങിക്കാൻ കിട്ടണം എന്ന് നിർബന്ധമൊന്നുമില്ല. മൈത്രേയൻ എന്താണെന്ന് പറയുന്നത് എന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ്. കാരണം പുള്ളി പറയുന്നത് എന്താണെന്നറിയാമോ? വിവാഹം സങ്കല്പം ഇതൊന്നും പാടില്ല, അച്ഛൻ മകൾക്ക് ഗർഭം ഉണ്ടാക്കി കൊടുക്കണം, അച്ഛൻ അമ്മയ്ക്ക് ഗർഭം, അതായത് മകൻ അമ്മയ്ക്ക് ഗർഭം ഉണ്ടാക്കി കൊടുക്കണം, അങ്ങനെ ഒരു കാലം ഉണ്ടാവണം. കാര്യം അമ്മ എന്ന് പറഞ്ഞാൽ മൈത്രേയനെ സംബന്ധിച്ച് സ്ത്രീ മാത്രമാണ്, മകളെന്ന് പറഞ്ഞാൽ മൈത്രേയനെ സംബന്ധിച്ച് സ്ത്രീ മാത്രമാണ്. മൈത്രേയൻ്റെ കാഴ്ചപ്പാടിൽ കേരളത്തിൽ 2 വിഭാഗമേ ഉള്ളൂ, പുരുഷനും സ്ത്രീയും. ബാക്കിയെല്ലാം നമ്മൾ ഉണ്ടാക്കിയതാണ്, കുടുംബം നമ്മൾ ഉണ്ടാക്കിയതാണ്. ആര് പറഞ്ഞു ഉണ്ടാക്കാൻ? പട്ടിക്കും പൂച്ചയ്ക്കും ഉണ്ടോ കുടുംബം? പട്ടിയും പൂച്ചയും ആടുമൊക്കെ തന്നെ പിള്ളേരെ ഉണ്ടാക്കിയിട്ടിട്ട് അതേ അവരുമായിട്ട് രമിച്ച് അത് വീണ്ടും കുട്ടികളുണ്ടാക്കണം. അവർക്കറിയത്തില്ല, വിവേചന ശേഷിയില്ല. അതുകൊണ്ട് തന്നെ അമ്മ ഏതാ അച്ഛൻ ഏതാന്ന് പറയുന്ന മാനസിക ബോണ്ടിങ് പലപ്പോഴും മൃഗങ്ങൾക്ക് നമ്മൾ കാണാമെങ്കിലും, വൈകാരികമായിട്ടുള്ള സ്നേഹം കാണാമെങ്കിലും ഇത്തരം തിരിച്ചറിവില്ല. അപ്പോൾ മൈത്രേയൻ പറയുന്നത്
ഞാൻ പറയുന്നത് മൈത്രേയൻ അങ്ങനെ ചെയ്ത് കാണിക്കണം. നമ്മളൊന്നും സമൂഹത്തോട് പറയുകയല്ല വേണ്ടത്, നമ്മളിത് ചെയ്ത് കാണിക്കണം. ആണും പെണ്ണുമാണ് ഈ സമൂഹത്തിലുള്ളതെങ്കിൽ ആ ആണും പെണ്ണും എന്ന കാഴ്ചപ്പാടിലൂടെ തന്നെ അദ്ദേഹത്തിന് അപ്പോൾ അവിടെ മകളില്ല, അദ്ദേഹത്തിന് അമ്മയില്ല, അങ്ങനെ കാര്യം ഇത് മനുഷ്യനുണ്ടാക്കിയതല്ലേ. കുടുംബം എന്ന് പറയുന്നത് ആരോ ഒരുത്തം ഉണ്ടാക്കി വെച്ചല്ലേ. അല്ലെങ്കിൽ വഴിനീളം നടന്നങ്ങ് ഗർഭം ഉണ്ടാക്കി കൊടുത്താൽ പോലെ. ആണിനെ സംബന്ധിച്ച് എളുപ്പമുള്ള പരിപാടിയാണല്ലോ. അപ്പോൾ ഇതിങ്ങനെ ചെയ്ത് നടക്കുന്ന ഒരു വിശാലമായ ലോകം സൃഷ്ടിക്കപ്പെടണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരാൾ. ഇവന്റെ അടുത്ത വാദം കേട്ടില്ലേ, അച്ഛൻ മകൾക്ക് ഗർഭം ഉണ്ടായി കൊടുക്കണം, മകൻ അമ്മയ്ക്ക് ഗർഭം ഉണ്ടായി കൊടുക്കണം എന്നൊക്കെ മൈത്രേയൻ പറഞ്ഞു വന്നു. ഇത്തരം വിവരം കെട്ട കാര്യങ്ങൾ സംസാരിക്കുന്ന ഇയാളോട് എങ്ങനെയാണ് സംസാരിക്കേണ്ടത്? ഇന്ത്യ എന്ന മഹാരാജ്യത്ത് 18 വയസ്സ് കഴിഞ്ഞാൽ എല്ലാവരും സ്വതന്ത്ര വ്യക്തികളാണ്. 18 വയസ്സ് കഴിഞ്ഞ ഒരു കുഞ്ഞിന്റെ പുറത്ത് നമുക്ക് ഒരു അവകാശവും ഇല്ല. അവൻ അടിക്കാനുള്ള അവകാശമില്ല, ഉപദേശിക്കാനുള്ള അവകാശമില്ല, ഒരു അവകാശവും നമുക്കില്ല എന്നതുകൊണ്ട് ഉടനെ കുഞ്ഞിന് ഗർഭം ഉണ്ടായി കൊടുക്കണം എന്നാണോ അതിന്റെ അർത്ഥം? ഇതൊന്നും മനസ്സിലാക്കാനുള്ള ബുദ്ധി അവനില്ലേ? അദ്ദേഹം പറഞ്ഞത് എന്താണ്? സ്വതന്ത്രരായ മനുഷ്യരാണ് എല്ലാവരും എന്നാണ്. സ്വതന്ത്രരായി എന്ന് പറഞ്ഞ ഉടനെ തന്നെ അമ്മ പെണ്ണ്, ഭാര്യ പെണ്ണ്, മകള് പെണ്ണ്, എല്ലാവരും സ്വതന്ത്രരാണ്, എല്ലാവരും ഒരുമിച്ച് കൂടിക്കോളി എന്നൊക്കെയാണ് അതിന് അർത്ഥം കണ്ടെത്തേണ്ടത്. ഇന്ത്യൻ നിയമം തന്നെ അതല്ലേ, 18 വയസ്സ് കഴിഞ്ഞാൽ എല്ലാവരും സ്വതന്ത്രരാണെന്ന്. അതുപോലും മനസ്സിലാക്കാനുള്ള വിവരം അവനില്ലേ? അത് മേൽശാന്തിയുമായി ബന്ധപ്പെട്ട് ഉള്ള ഒരു ആഗ്രഹത്തിന്റെ പേരിൽ പറഞ്ഞൊരു പരാമർശം കൂടിയാണ്. എന്തുകൊണ്ട് ഇത്തരം പരാമർശങ്ങളെ തീർച്ചയായിട്ട് അഖിൽ മാരാറിനെ ചുടിപ്പിച്ചില്ല? ഞാനെന്തിനാ ഇപ്പോൾ ഒരാൾക്ക് അങ്ങനെ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ അയാൾ സമൂഹത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുന്നു. ഇപ്പം ഞാൻ പറയുകയാണ്, എനിക്ക് അടുത്ത ജന്മത്തിൽ ഇന്നൊരാളായിട്ട് ജനിക്കണം, ഞാൻ പട്ടിയായിട്ട് ജനിക്കണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. അപ്പൊ ഞാൻ ഇവിടുത്തെ മനുഷ്യന്മാരെ മൊത്തം കളിയാക്കി പട്ടിയായിട്ട് ജനിക്കണമെന്ന് അയാൾ പറഞ്ഞതുകൊണ്ട് വല്ല കാര്യമുണ്ട്? എന്റെ ആഗ്രഹമാണത്. അതെന്തോ സുരേഷ് ഗോപി ബ്രാഹ്മണനാവണം എന്ന് ആഗ്രഹിച്ചതിൽ വലിയ തെറ്റൊന്നുമില്ല എന്ന്. എന്തിനാണ് ഒരാൾ ബ്രാഹ്മണനാവുന്നത്? കീഴാളനെ ഭരിക്കണം. എന്തുകൊണ്ട് അദ്ദേഹത്തിന് എനിക്ക് അടുത്ത ജന്മമെങ്കിലും ഒരു മനുഷ്യനായി ജനിക്കണം എന്ന് തോന്നിയില്ല? അല്ലെങ്കിൽ എന്തുകൊണ്ട് അടുത്ത ജന്മമെങ്കിലും എനിക്കൊരു കർഷകനായി ജനിച്ച് കാർഷിക വിളകൾ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു മനുഷ്യനായി ജനിച്ച് 10 മനുഷ്യർക്ക് ഭക്ഷണം കൊടുക്കാനുള്ള ഒരു സാഹചര്യം എന്നിലൂടെ ഉണ്ടാവണം എന്ന് അദ്ദേഹം എന്തുകൊണ്ട് ചിന്തിച്ചില്ല? മാരാരെ, നിങ്ങളുടെ ഉള്ളിൽ ജാതി ചിന്തയാണ് നിങ്ങളുടെ വായിലൂടെ ഇതിനെല്ലാം ന്യായീകരിക്കുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പുള്ളിയുടെ അടുത്ത് വേടനെ കുറിച്ച് വാദിക്കുന്നുണ്ട്, അത് നമുക്ക് കേൾക്കാം. താല്പര്യമാണ് എന്നുള്ളത് മാറ്റി നിർത്താൻ അഖിൽമാരാർക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ ഒരുവൻ അവനവന്റെ കുലത്തിൽ ജനിച്ചതിന്റെ പേരിൽ നേരിടേണ്ടി വന്നുള്ള പല അവസ്ഥകൾ തന്റെ പാട്ടായി അല്ലെങ്കിൽ വരികളിലൂടെ പറഞ്ഞത് കൃത്യമായിട്ട് നിഷേധിക്കാനും കഴിയുന്നത് ഒരു ഇരട്ടത്താപ്പല്ലേ ശരിക്കും? അല്ല, അദ്ദേഹം എഴുതുക ഒരു കുഴപ്പമുള്ള കാര്യമല്ലല്ലോ. ഇപ്പം ഞാൻ പറഞ്ഞത് അതാണ്. ഞാൻ അന്ന് മണിച്ചേട്ടൻ്റെ കാര്യം ഞാൻ പറഞ്ഞത് അരവിന്ദ് ചെയ്യാനുള്ള മെയിൻ കാര്യം അതാണ്. ഇപ്പം രോഹൻ കണ്ട കാഴ്ചകളിൽ രോഹൻ അനുഭവിക്കേണ്ടി വന്ന ബുദ്ധിമുട്ടുകളൊക്കെ രോഹന് പാടാം, രോഹന് സിനിമ ചെയ്യാം. കലാകാരൻ നിലയിൽ അദ്ദേഹം പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ തൻ്റെ കഥ എഴുത്തിലൂടെ പറയുന്നു, വേറൊരാൾ പാട്ടിലൂടെ പറയുന്നു. പക്ഷേ ഇത് പറഞ്ഞു വെച്ചതിന് ശേഷം മറ്റൊരു വിഭാഗത്തിൻ്റെ ഇടയിലോ ഈ വിഭാഗത്തിൻ്റെ ഇടയിലോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിൽ സംസാരിക്കുകയും അങ്ങനെ സംസാരിക്കുമ്പോൾ സമൂഹത്തിൽ അതിൻ്റെ പേരിൽ ജാതീയമായ ഒരു ഭിന്നിപ്പ് സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുമ്പോൾ അതിലൂടെ കാശ് തോനെ ഉണ്ടാക്കിയെടുത്താൽ, അല്ലെങ്കിൽ ആ സമുദായത്തിൽ നിന്ന് ഒരു വ്യക്തി രക്ഷപ്പെട്ടാൽ, ഇപ്പം എൻ്റെ ലക്ഷ്യവും രോഹിൻ്റെ ലക്ഷ്യവും സപ്പോസ് ദളിത് സമൂഹത്തെ ഉയർത്തിക്കൊണ്ടുവരിക. നമ്മൾ ഇവിടെ സംസാരിക്കുന്നത് ഏറ്റവും വലിയ കോമഡി 2025 സംസാരിക്കുന്നത്. ഇത് ഇവിടെ 57 EMSന്റെ കാലത്ത് അധികാരം തുടങ്ങി കമ്മ്യൂണിസ്റ്റുകാർ ദളിതരെ രക്ഷിക്കാൻ വേണ്ടി എന്ന് പറഞ്ഞ് ഇത്രയും കാലം കൊണ്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോഴും വേണം പറയുന്നത് ഇവിടുത്തെ ദളിതരാരും രക്ഷപ്പെട്ടിട്ടില്ല, ഇവരെല്ലാം നിശബ്ദരാക്കപ്പെട്ടവരാണെന്നാണ്. അദ്ദേഹം പൂർവ്വകാലത്ത് അങ്ങനെയൊക്കെ ആയിരുന്നു എന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ വരികൾ. അത് അവരുടെ ജനത അറിയേണ്ടതുണ്ട് നമ്മൾ ഇങ്ങനെ ആയിരുന്നു എന്നുള്ളത്. എന്നാലും നമ്മുടെ മുന്നോട്ടുള്ള യാത്ര ഇതെല്ലാം സൂക്ഷിച്ചു വേണം പോകേണ്ടത് എന്നുള്ള സൂചനകൾ തന്നെയാണ് അദ്ദേഹത്തിന്റെ വരികളിൽ അദ്ദേഹം കൊടുക്കുന്നത്. പിന്നെ അദ്ദേഹം പറയുന്നത് ദളിതൻ അട്ടപ്പാടിയിൽ ആൾക്കാരെ സഹായിച്ചില്ല. അട്ടപ്പാടിയിലെ ആൾക്കാരെ സഹായിക്കേണ്ടത് വേടനാണോ? അത് ഗവൺമെന്റ് അല്ലേ, ഗവൺമെന്റ് ചെയ്യേണ്ട എന്നാണ് അദ്ദേഹം പറയുന്നത്. വേടൻ പ്രത്യേകിച്ച് കൊടുക്കണം. സുരേഷ് ഗോപി കുറെ ആൾക്കാർക്ക് കൊടുത്തു, അതുപോലെ വേടൻ എന്തുകൊണ്ട് കൊടുത്തില്ല എന്ന്. ഒരു വ്യക്തി കൊടുത്തത് കൊണ്ട് വല്ലതും ഒരു സമൂഹം നന്നാവുമോ? അത് കൊടുക്കേണ്ടത് ഗവൺമെന്റ് അല്ലേ, ഗവൺമെന്റ് ആണത് കൊടുക്കേണ്ടത്. അവരെ സംരക്ഷിക്കേണ്ടത് ഗവൺമെന്റ് ആണ്. 1957 കേരള ഗവൺമെന്റ് ഉണ്ടായതിനു ശേഷം ദളിതർക്കും പിന്നോക്കക്കാർക്കും ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഒരു നഗ്നമായ സത്യമാണ്. എന്നാൽ മറ്റുള്ള സമുദായത്തിനോടൊപ്പം എത്തിയോ എന്ന് ചോദിച്ചാൽ ആയിട്ടില്ല എന്നുള്ളത് സത്യമാണ്. ആകണം, ആകാൻ വേണ്ടിയാണ് ഈ പ്രവർത്തനങ്ങളെല്ലാം. ഒറ്റയടിക്ക് എല്ലാം വാരി അവർക്ക് കൊടുക്കുക എന്നുള്ളത് പ്രായോഗികമല്ല. അത് വേറെടുത്ത് പ്രശ്നങ്ങൾ ഉണ്ടാവുകയുള്ളൂ. പടിപ്പടിയായി അവരെ ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ് സത്യം. അത് ഗവൺമെന്റുകൾ ചെയ്യുന്നുണ്ട്. കേന്ദ്ര ഗവൺമെന്റ് ചെയ്യുന്നുണ്ട്, സംസ്ഥാന ഗവൺമെന്റ് ചെയ്യുന്നുണ്ട്, എല്ലാ ഗവൺമെന്റുകളും അത് ചെയ്യുന്നുണ്ട്. അവർ ഉയർന്നു വരികയും ചെയ്യും. 57 അവസ്ഥ അല്ലല്ലോ ഇന്നുള്ളത്. 50 വർഷം കൊണ്ട് ആയിരക്കണക്കിന് വർഷങ്ങളാണ്. പുറകോട്ട് ചിന്തിക്കുമ്പോൾ ആയിരക്കണക്കിന് വർഷങ്ങളാണ് ഈ ത്യാഗങ്ങൾ അനുഭവിച്ചു വന്നത്. അതിൽ നിന്നും എത്രയോ, ശരിക്കും പറഞ്ഞ ആയിരക്കണക്കിന് % ആണ് മാറ്റം സംഭവിച്ചത്. ഇന്നൊരു ദളിതന്റെ മുഖത്ത് നോക്കി നീ ദളിതനാണോ എന്ന് പറയാൻ പോലും ഒരു മനുഷ്യന് കഴിയില്ല. അത്ര കണ്ട് മാറിയിരിക്കുന്നു. പിന്നെ സമ്പത്ത്, അത് മറ്റൊരാളുടെ സമ്പത്തിനെ പിടിച്ചെടുത്ത് അവർക്ക് കൊടുക്കാൻ കഴിയുന്നതല്ല. അവരെ സാമ്പത്തികമായി ഉയർത്തിക്കൊണ്ട് വരിക എന്നുള്ളത് തന്നെയാണ് ഗവൺമെന്റുകൾ ശ്രമിക്കുന്നത്. അത് ശ്രമിക്കുന്നുണ്ട്, ഇനിയും നടക്കും. അത് പടിപ്പടിയായി ഉയർന്നു വരികയും ചെയ്യും. മാരാർ പറയുന്ന ഇത്തരം കാര്യങ്ങളിലൊന്നും വലിയ അർത്ഥമില്ല. സുരേഷ് ഗോപി ചെയ്തത് ശരിയും വേടൻ ചെയ്യാത്തത് ശരിയല്ല എന്നും പറയുന്നത്
തെറ്റായ രീതിയാണ്. മാരാർ സ്വന്തം അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കുക. ഏതെങ്കിലും താൻ എന്ത് പറയുന്നു, എന്ത് ചിന്തിക്കുന്നു, തന്റെ ആശയങ്ങൾ എന്താണോ അത് മറ്റു മനുഷ്യരിൽ എത്തിക്കുമ്പോൾ അതിൽ മാറ്റങ്ങൾ സംഭവിക്കാതെ കാത്തു സൂക്ഷിക്കുക. മൈത്രേയനെ കുറിച്ച് പറഞ്ഞത് വെറും പൊട്ടത്തരങ്ങളാണ്. അദ്ദേഹത്തിന്റെ ചിന്തകൾക്കൊപ്പം എത്താൻ നിങ്ങളുടെ ഈ ജന്മം കൊണ്ട്